ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബോർഡ് അതായത് സ്റ്റേറ്റുകാരുടെ ബോർഡ് എക്സാം മാർച്ച് 30 തീരും. കീം എക്സാം ഏപ്രിലിൽ തുടങ്ങും. ഏപ്രിൽ 23 തുടങ്ങും. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ കറൻ്റ്ലി ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനിടയ്ക്ക് കീമിൻ്റെ കുറച്ച് മോക്ക് ടെസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യണം. ഓക്കെ, കാരണം ബോർഡ് എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൽ ഫോക്കസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് 10 ഡേയ്സ് എങ്ങാണ്ടൊക്കെ 10-20 ഡേയ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനുള്ളിൽ എല്ലാം വെക്കരുത്, നിങ്ങൾ ടെൻഷനായി പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ തൊട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ഒരു 3 ദിവസത്തിനുള്ളിൽ ഒരു മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കുറച്ച് സമയം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോയേക്കാം. ഓക്കെ, സോ ഞാൻ പറയുന്നത് 3 ദിവസത്തിനുള്ളിൽ ഒരു മോക്ക് ടെസ്റ്റ്. ഇൻ 3 days യു ഡു 1 മോക്ക് ടെസ്റ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ അനലൈസ് ഇറ്റ്. അതിനുശേഷം അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ട് കീം എക്സാമിനെ വിട്ട് കളയരുത്. ഈ ബോർഡ് എക്സാമിന് പറയുന്നത് ശരിയാണ്, ബോർഡ് എക്സാമിൻ്റെ മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതുപോലെ തന്നെ കീമിൻ്റെ മാർക്സും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം രണ്ടിനും പഠിക്കുന്നത് സെയിം ആണ്. പക്ഷേ നമുക്ക് ആ ടച്ച് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ടച്ച് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മോക്ക് ടെസ്റ്റ് 3 ദിവസത്തിനുള്ളിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് അതിനെ അനലൈസ് ചെയ്യാൻ അതിൽ മിസ്റ്റേക്സൊക്കെ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇറർ ബുക്ക് ഉണ്ടാക്കണം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് നോട്ട് വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, നിങ്ങൾ റിപ്പീറ്റായിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ്, നിങ്ങൾ PYQസും മോക്ക് ടെസ്റ്റൊക്കെ സോൾവ് ചെയ്യുമ്പം നിങ്ങൾ റിപ്പീറ്റഡായിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് എല്ലാം ആ ബുക്കിൽ എഴുതി വെച്ചേക്കണം. അങ്ങനെ മിസ്റ്റേക്സ് എഴുതി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് നോക്കുമ്പം നമ്മൾ വീണ്ടും ആ മിസ്റ്റേക്സ് നമ്മൾ വരുത്തത്തില്ല. അതാണ് മെയിൻ. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പോയത് അത് കാരണമാണ്. ഇങ്ങനെ മിസ്റ്റേക്സ് നമ്മൾ വരുത്തിയ മിസ്റ്റേക്ക് തന്നെ വീണ്ടും നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കും ചില സമയത്ത്. ഓക്കെ, സോ അങ്ങനെ നമ്മളൊരു മിസ്റ്റേക്സ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് എല്ലാം എഴുതി വെക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം സമാധാനമായിട്ട് ഇരുന്ന് പഠിച്ചോളാം. ഇപ്പം ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കീം എക്സാമിന് വേണ്ടി നല്ലോണം പഠിക്കുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫോർമുലയോ നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ നമുക്ക് കൃത്യമായിട്ടൊരു വിവരമൊന്നുമില്ല. ലാസ്റ്റ് മിനിറ്റ് ഗവൺമെൻറ് പരീക്ഷയുണ്ട്, ലാസ്റ്റ് മിനിറ്റ് അവരെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും. ഞങ്ങൾക്ക് തന്നെയാണെങ്കിലും ലാസ്റ്റ് മിനിറ്റിന് ഭയങ്കര മാറ്റങ്ങളായിരുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ കറക്റ്റ് ഫോർമുലയൊന്നും നമുക്ക് സത്യത്തിൽ അറിയത്തില്ല. ഓക്കെ, ഇവരെന്താ സംഭവം എന്ന്. പക്ഷേ 2 മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ബോർഡ് എക്സാമിൻ്റെ മാർക്കും കീം എക്സാമിൻ്റെ മാർക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയത്തിൽ ശരിയാണ് നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്നതായിരിക്കാം, ബട്ട് കീം എക്സാമിന് വേണ്ടി നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അത്ര പറയാനുള്ളൂ, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, 3 ദിവസത്തിനിടയിൽ ഒരു ടച്ച് വിട്ട് പോകാതിരിക്കാനാണ്. നമുക്ക് സോൾവ് ചെയ്യണം, പെട്ടെന്ന് ചോദ്യങ്ങൾ സോൾവ് ചെയ്യണതിൻ്റെ ആ ഒരു നാക്ക് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ പറയാനുള്ളത്, നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്ത് ആദ്യം പോവാം. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഫസ്റ്റ് സെറ്റിങ്ങിൽ, അതായത് മോക്ക് ടെസ്റ്റ് എഴുതുന്നത് എങ്ങനെയാണ്, നമ്മുടെ കീം എക്സാം എങ്ങനെ എഴുതുന്നോ അങ്ങനെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ലിമിറ്റൊക്കെ വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് എഴുതാൻ ശ്രമിക്കണം. ഒരു ക്വസ്റ്റ്യൻ്റെ ഫ്രണ്ടിൽ നമ്മൾ 1.5 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ്, 2 മിനിറ്റിൽ കൂടുതൽ ഇരുന്നിട്ടും അത് കിട്ടുന്നില്ലെങ്കിൽ അത് വിട്ടേക്കുക, അത് നോക്കണ്ട, ഇത് ലാസ്റ്റ് നോക്കാം. ആക്ച്വലി ആദ്യം നമ്മൾ നമുക്ക് അറിയാവുന്ന എല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഇരിക്കുക. ഓക്കെ, കീം എക്സാം എന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് എഴുതണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പം എത്ര ചോദ്യം കംപ്ലീറ്റ് ചോദ്യം എഴുതണം എന്നല്ല, പകരം നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ എഴുതാൻ പറ്റുക, അത്രേ ഉള്ളൂ. നെഗറ്റീവ് മാർക്കിംഗ് വരാതിരുന്നാൽ മതി. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് വരാതിരിക്കുക. ആൻഡ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക, നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്, ബൈ.